ഞാൻ ഈ പ്രതികരിക്കാത്ത ആ ഒരു ജനതയെ 95% ആൾക്കാരെ ഞാൻ പുഴുവെന്ന് ഞാൻ പറയാറുണ്ട് അല്ലെ, വേംസ്. അതായത് ഞാൻ സയന്റിഫിക്കലി തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ഒരു ഫോറിനർ നമ്മുടെ ഈ പറയുന്ന വാട്ടർ അതോറിറ്റിയോ അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് ഒഫീഷ്യൽസോ നമ്മുടെ ഗവൺമെന്റ് ജുഡീഷ്യലും ഒന്നും അതിന് വേണ്ടി ഇനിഷ്യേറ്റ് ചെയ്യില്ല. ജസ്റ്റ് ഈ പറയുന്ന, കാരണം അവരെല്ലാം ജീവിക്കുന്ന ഒരു പ്യൂർ കണ്ടീഷനാണ്. പക്ഷെ ഇന്ത്യയിലും മഹാരാജ്യത്തിലെ ആൾക്കാരെ നോക്കുമ്പോൾ നമുക്കൊരു ദയ തോന്നും. കാരണം അവർ ജീവിക്കുന്നത് അഴുക്കിലും, അവർ ശ്വസിക്കുന്നു പ്രാണവായു എല്ലാം വിഷവും, അവർ കുടിക്കുന്ന വെള്ളത്തിലെല്ലാം അഴുക്കാകുമ്പോൾ അവർ ഇനിഷ്യേറ്റ് ചെയ്ത് ചില കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ ഒരു ഫോറിനർ ചെയ്ത കാര്യമാണ് ഈ ഒരു ടെസ്റ്റ്. അതായത് ഗംഗയിലെ ജലം. അപ്പൊ ഗംഗ എന്ന് പറയുമ്പോൾ ഡൽഹി എന്ന് ചിന്തിക്കേണ്ട, നിങ്ങളുടെ പെരിയാറും ഇത് തന്നെയാണ് അവസ്ഥ, നമ്മളെല്ലാം കുടിക്കുന്ന ആ ഒരു ക്ലോറിൻ വെള്ളം. അപ്പോൾ അവർ ടെസ്റ്റ് ചെയ്തപ്പോൾ വേറെ ഒന്നുമില്ല, ഞാൻ ഒരുപാട് വീഡിയോസിന് മുമ്പ് ഞാൻ പറഞ്ഞ കാര്യമാണ്, നമുക്ക് കുടിക്കുന്ന വെള്ളത്തിലുള്ള ആ ഒരു വിഷവും അഴുക്കും എല്ലാം. അപ്പോൾ വേറെ ഒന്നുമില്ല, ഹ്യൂമൻ വേസ്റ്റ് കണ്ടെത്തി. അതായത് ഹ്യൂമൻ വേസ്റ്റ് ഉണ്ടാവുന്ന ആ ഒരു ബാക്ടീരിയ ആണ് അവിടുത്തെ ജനങ്ങൾ കുടിക്കുന്നത്. ഓക്കെ, അതായത് ആ ഒരു ക്ലോറിൻ മിക്സ് ചെയ്ത് തരും. ക്ലോറിൻ എന്ന് പറഞ്ഞാൽ ആ ഒരു കോമ്പണന്റ് ഏറ്റവും വലിയൊരു കെമിക്കൽ തന്നെയാണ്, പണ്ട് ആൾക്കാരെ കൊല്ലം ഉപയോഗിച്ച സാധനമാണ്. അപ്പോൾ അതെല്ലാം കൂടി ക്ലോറിനും ഈ പറയുന്ന ഒരുപാട് കെമിക്കൽ റിയാക്ഷൻ എല്ലാം ചെയ്തു വരുന്ന വെള്ളമാണ് നിങ്ങൾ കുടിക്കുന്നത്. അപ്പോൾ അതിന്റെ ഏറ്റവും വലിയൊരു ഗുണം, സയന്റിഫിക്കലി ആയിട്ടുള്ള ഒരു ഏറ്റവും ഹൈ ന്യൂറോ സയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പീനിയൽ ഗ്ലാൻഡ് വർക്ക് ആവില്ല. അതായത് വിവേക ബുദ്ധി ഉണ്ടാവില്ല, ചിന്തിക്കാനുള്ള ബുദ്ധി ഉണ്ടാവില്ല, എന്തൊക്കെയോ ഒരു നോർമൽ സ്റ്റേജിൽ പോയിക്കൊണ്ടിരിക്കും. ഒരിക്കലും പ്രീമിയം കാറ്റഗറിപ്പെട്ട എന്റെ കസ്റ്റമേഴ്സ് ആയ ആൾക്കാർ ഒന്നും കുടിക്കുന്ന ആ വെള്ളമല്ല. ഈ പറയുന്ന വിരാട് കോഹ്ലിയും ഈ പറയുന്ന വലിയ ഹൈ ഒഫീഷ്യൽസ്, സിനിമാ നടന്മാരും ഹൈ പൊളിറ്റീഷ്യൻസ് ഒന്നും കുടിക്കുന്ന ഈ വെള്ളമല്ല. നിങ്ങൾ കുളിക്കുന്നത് പക്ഷേ ഈ വെള്ളത്തിലാണ്, കുടിക്കുന്നത് ഈ വെള്ളത്തിൽ തന്നെയാണ്, കുടിക്കുന്നു. അപ്പോൾ തന്നെ നിങ്ങളുടെ ലൈഫ് കഴിഞ്ഞു. അതായത് ഹ്യൂമൻ വേസ്റ്റ് ആണ് പുഴുക്കളായി നിങ്ങൾ കുടിക്കുന്നത്. അപ്പോൾ അതെല്ലാം റിപ്ലേസ് ചെയ്യണമെന്നുള്ള ചിന്തയാണ് എന്നെ ഇതെല്ലാം ഒപ്പോസ് ചെയ്തത്. കാരണം ഈ അഴുക്കുകൾ തന്നെയാണ് ഈ അഴുക്കുകൾ കുടിപ്പിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കും. കുടിക്കുന്നത്, നമ്മുടെ കുഞ്ഞ് കുടിക്കുന്നത് ഹ്യൂമൻ വേസ്റ്റ് ആയിട്ടുള്ള വെള്ളമാണ്, നിങ്ങൾ കുടിക്കുന്നതും. ക്ലോറിൻ പക്ഷേ ആ ടേസ്റ്റും കാര്യമൊന്നും അറിയില്ല, പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ അത് പോകണ്ട. അത് പാവം അമീബക്ക് ഇട്ട് കൊടുക്കും, ഈ പറയുന്ന നിപ്പൊക്കെ ഇട്ട് കൊടുക്കും. ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്റെ ചേച്ചിയുടെ കൂട്ടുകാരി 32 വയസ്സേ ഉള്ളൂ, രാത്രി കിടന്നുറങ്ങുമായിരുന്നു, മരിച്ചുപോയി. കുഞ്ഞിന്റെ കഴിച്ചു കേട്ടാണ് ആ ഒരു വീട്ടുകാർ വന്നത്. 32 വയസ്സേ ഉള്ളൂ, ഹാർട്ട് അറ്റാക്ക്, 32 വയസ്സുള്ള. അപ്പൊ ഇതെല്ലാം എത്തിച്ചേർന്ന് നിൽക്കുന്ന ആ ഒരു ആന്റിവൈറസ്, ആ ഒരു ഇഞ്ചക്ഷൻ, കൊറോണ വൈറസ്. പക്ഷെ ഇതൊന്നും ആരും ചോദിക്കില്ല, ആരും റെസ്പോണ്ടും ചെയ്യില്ല. കാരണം എന്താണ്, നിങ്ങളെ പുഴുവായിട്ടാണ് കണ്ടിരിക്കുന്നത്. പക്ഷെ ഒരിക്കലും ഞാൻ പുഴുവല്ല, എന്റെ കുഞ്ഞുങ്ങളെയും പുഴുവല്ല. അതായത് ഇനി വരാൻ പോകുന്നൊരു സാഹചര്യം വളരെ വളരെ രൂക്ഷം തന്നെയാണ്. കാരണം അഴുക്ക് വെള്ളം, ഈ ഹ്യൂമൻ വേസ്റ്റ് ആണെങ്കിൽ വെള്ളം കുടിക്കണം എന്ന് ഞാൻ പറഞ്ഞാൽ പോലും ഈ ഒരു വീഡിയോ കേൾക്കുമ്പോ എന്ത് സ്കിപ്പ് ചെയ്തു പോകും, ആൾക്കാർ സ്കിപ്പ് ചെയ്തു പോകും. നോക്കിക്കോ, ഈ ഒരു വീഡിയോ കൂടി ഒന്നൊരു 10 ലൈക്ക് ഉണ്ടാവും, എന്നാ 400 പേര് കാണുന്നുണ്ടാവും. അപ്പൊ ബാക്കി അവർ കുടിക്കുന്ന ആ ഒരു ഹ്യൂമൻ വേസ്റ്റ് ആണെന്ന് അറിഞ്ഞിട്ട് പോലും അവർക്ക് ചിന്തിക്കാനോ ഇതൊന്നും മാറണം എന്നുള്ള ചിന്ത വരില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു ഡൽഹിയിലെല്ലാം നാഷണൽ ക്യാപിറ്റലാണ്, അവിടുത്തെ കളിയെല്ലാം മാറ്റിവെച്ചു. നമ്മുടെ GDPയും ഇതെല്ലാം വരുന്നത് എയർ പൊല്യൂഷൻ. പക്ഷേ നോർമൽ ആയിട്ടുള്ള വേംസിന് എന്ത് എയർ പൊല്യൂഷൻ, പുഴുക്കൾക്ക് എന്ത് എയർ പൊല്യൂഷൻ, ഞങ്ങൾക്ക് ഇതൊക്കെ മതി. അപ്പൊ ഈ ഒരു സിസ്റ്റം തന്നെയാണ് മെന്റാലിറ്റി. ഇത് ഈ പറയുന്ന ഗവൺമെന്റ്, ഈ പറയുന്ന ജുഡീഷ്യൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പ്രതികരിക്കുന്ന 95% പുഴുക്കൾ തന്നെയാണ്, ആ പുഴുക്കളുടെ കുഞ്ഞുങ്ങളെയും പുഴുക്കളായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ എന്റെ കാശിയും എന്റെ കുഞ്ഞുങ്ങളും എന്റെ ജീവജാലങ്ങളും എല്ലാം എനിക്ക് ഒന്നാണ്. അപ്പൊ നിങ്ങൾ പുഴുവായത് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കുറ്റമല്ല. പക്ഷെ അപ്പൊ ഞാനുള്ളപ്പോൾ അവരെ പുഴുവാക്കാതെ എനിക്ക് നോക്കണം. അപ്പോൾ അവർക്ക് ശുദ്ധമായ വെള്ളവും ശുദ്ധമായ ഭക്ഷണവും ശുദ്ധമായ ജീവിത സാഹചര്യം എല്ലാം ഞാൻ നൽകുന്നതാണ്. അത് വിഷ്ണുവായ എന്റെ വാക്കാണ്, എന്റെ വാഗ്ദാനം തന്നെയാണ്. അപ്പൊ അതിനുള്ള എല്ലാ പദ്ധതിയും എന്റെ കയ്യിലുണ്ട്, ഞാൻ ചെയ്യുന്നതാണ്. ഓക്കെ, വെയിറ്റ് ചെയ്തോളൂ, പേടിക്കണ്ട. ഓക്കെ.